ചേച്ചി എല്ലാവർക്കും അറിയാം. ചേച്ചി ഇതുപോലെ തന്നെയാണ്. ഫുൾ ടൈം ചിരിച്ചിരിക്കുന്ന ആള്, ഇൻസൈഡ് ഔട്ട് സ്മൈലാണ്, ഹാപ്പിയാണ്, ജോവിയാണ്. അതാണ് അവളുടെ ശരിക്കുള്ള ഫ്രാഡ്. ചേട്ടൻ പിന്നെ ഇങ്ങനൊരു ഗജപ്രോഡ് എന്റെ ദൈവമേ. അല്ലേ, ഈ ഒരു ഭയങ്കര ഓരോടനെയാണല്ലോ കല്യാണം കഴിച്ചത്. എപ്പോഴും ചില സമയം വഴക്കിടുമ്പോ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ദേഷ്യമൊക്കെ നാച്ചുറലി തോന്നൂല്ലോ. എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു കൂടെ ചോദിക്കണം. ദേഷ്യപ്പെടുന്നത് അതൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നം. അതൊന്നും ചോദിക്കരുത്. കാരണം ഞങ്ങള് 15ാമത്തെ ഒന്ന് ആഘോഷിക്കാണ്. ഞങ്ങൾ 2 ആങ്കേഴ്സ് കല്യാണം കഴിക്കുന്നു. ആ സമയത്ത് ഭയങ്കര വാർത്തയായിരുന്നു അല്ലേ, 15 വർഷം മുൻപ്. സത്യമായിട്ട് എനിക്ക് ഞാനൊക്കെ സത്യമായിട്ട് കുട്ടിയായിരുന്നു പറയരുത്. ഞാനൊക്കെ ഭയങ്കര കുഞ്ഞായിരുന്നു. എനിക്ക് സിംഗൻവിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര കാര്യമായിട്ടിരുന്ന ഞായറാഴ്ച സ്കൂൾ വിട്ട് വന്നു ഒരു പരിധിയില്ലേ വീണേ. ഞായറാഴ്ച സ്കൂള് വിട്ട് എന്നും കാണുമായിരുന്നു. എനിക്ക് സ്കൂളല്ല, ഞാൻ പറയട്ടെ, ട്യൂഷൻ ക്ലാസ്. അങ്ങനെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ട്യൂഷൻ ക്ലാസ്. ആ ടീച്ചറിനെ എനിക്കൊന്ന് കാണാം. സത്യം പറയട്ടെ, എനിക്ക് അതിന്റെ റിപ്പീറ്റ് എന്നാ അത് ഞാൻ റിപ്പീറ്റ് ഉണ്ടായിരുന്നില്ല ആ പരിപാടിക്ക്. അങ്ങനെ പറയല്ലേ. എനിക്ക് അല്ല, സത്യമായിട്ട് ഞാൻ കാണാറുണ്ടായിരുന്നു. ഏത് നേരത്തായിരുന്നു? ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. അങ്ങനെ തന്നെയായിരുന്നു എന്റെ ഓർമ്മ. ഞാനൊരു 7 കൊല്ലം പരിപാടി എടുത്തിട്ട് ഞായറാഴ്ച മാറിയിട്ടില്ല. ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും ഈ ചേച്ചി ചേട്ടനും കൂടെ ലൈനാണ്. അതായത് ഞാനിനി പറഞ്ഞപ്പോ നിമ്മി ചേച്ചി നന്നായിട്ട് ആ പരിപാടി അവതരിപ്പിക്കായിരുന്നു ഞാൻ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും വിചാരിച്ചിരുന്ന കാര്യമാണ്. ഞങ്ങൾ ചെന്നിരിക്കുന്ന ഇന്റർവ്യൂവിനും എല്ലാവരും ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്. എല്ലാവരും വിചാരിച്ചിരുന്നു ഇവരുടെ തമ്മിലുള്ള ഒരു, പിന്നെ പൊതുവെ ഒരുമിച്ച് കുറെ നാള് വർക്ക് ചെയ്തു. അപ്പൊ അവർ തമ്മിൽ കല്യാണം അല്ല ഇപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മളൊക്കെ എവിടെയെങ്കിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ നിമ്മിക്ക് ബുദ്ധിയുണ്ട്. ഞാൻ എല്ലാവരുടെ നിമ്മിയോടും ഞാൻ പറയും ബുദ്ധിയുള്ളതുകൊണ്ട് അവിടെ ഇപ്പൊ ദുബായില് നല്ല സുഖിച്ച് അടിച്ചു പൊളിച്ച് അവളുടെ ജീവിതത്തിലെല്ലാം ഐശ്വര്യം ഞാൻ. അതെ, ചേട്ടന്റെ ഉള്ളിനുള്ളിൽ ആ സമയത്ത് നിമ്മിനൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നിയായിരുന്നു ഏട്ടാ? തോന്നിയിട്ടേ ഇല്ല. അതെന്താ ഏട്ടാ? അല്ല ഞാൻ ആക്ച്വലി എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എല്ലാ ഇന്റർവ്യൂസിലും പറയുന്ന ഒരു കാര്യം. ഞാൻ നിമ്മിയായിട്ട് ആ പേര് ഹിറ്റായത്, കെമിസ്ട്രി വർക്കായത് ഞാൻ നിമ്മീനെ ആ ഒരു അർത്ഥത്തിൽ കാണാത്തത് കൊണ്ടാണ്. കാരണം എന്നറിയോ, എനിക്ക് എൻ്റെ സ്വന്തം പെങ്ങളെ പോലെ തന്നെ അവളെ തുടക്കം മുതലേ കണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ റിഹേഴ്സൽ ടൈം എനിക്കൊന്നും ഒരു 5ാമത്തെ എപ്പിസോഡിലാണ് നിമ്മി ജോയിൻ ചെയ്യുന്നത്.